നമുക്കൊരു ഹെഡ് ബാൻഡ് ചെയ്യാം. അതിനായിട്ട് ഞാനിവിടെ തുണി മുറിച്ച് വെച്ചിട്ടുണ്ട്. അതിൻ്റെ മെഷർമെൻറ്റ്സ് ഒക്കെ പറയാം. അതിനു മുൻപ് ആദ്യമായിട്ട് ഈ ചാനൽ കാണുന്നവരുണ്ടെങ്കിൽ വേഗം തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ ഞാനിടുന്ന വീഡിയോസ് ഇഷ്ടമാവുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യാം. ഓക്കെ, അപ്പോൾ നമുക്ക് ഇതെങ്ങനെ ചെയ്യുന്നതെന്ന് നോക്കാം. അപ്പോൾ ആദ്യമായിട്ട് പറയാനാണെങ്കിൽ ഇത് ഭയങ്കര ഈസി ആയിട്ടുള്ള സാധനമാണ് കേട്ടോ. നമ്മുടെ വീട്ടിൽ കുറേ തുണികളൊക്കെ ഇങ്ങനെ വേസ്റ്റ് ആയിട്ടുണ്ടാവുമല്ലോ, പഴയ മെറ്റീരിയൽസ്, പഴയ ക്ലോത്ത്സ് ഒക്കെ ഉണ്ടാവും, അല്ലെങ്കിൽ സ്റ്റിച്ച് ചെയ്തിട്ട് ബാലൻസ് വരുന്ന മെറ്റീരിയൽസ് ഉണ്ടാവും. പിന്നെ നമ്മൾ സ്റ്റിച്ച് ചെയ്യാൻ വേണ്ടിയിട്ട് മെറ്റീരിയൽസ് മേടിക്കുമ്പോൾ ഇതിപ്പോൾ ഒരു 2 മീറ്റർ മേടിച്ചൊരു ടോപ്പ് തയ്ക്കുകയാണെങ്കിൽ അതിലും കുറച്ച് ബാലൻസ് ഉണ്ടാവും. അപ്പം അങ്ങനെയൊക്കെ എടുത്ത് വെച്ച് നമുക്ക് ചെയ്യാൻ പറ്റും. നമ്മൾ തയ്ക്കാൻ കൊടുക്കുന്ന മെറ്റീരിയൽ സെയിം കളറിൽ തന്നെ നമുക്ക് ബാലൻസ് ക്ലോത്ത്സ് ഒക്കെ വെച്ചിട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു സാധനമാണ്. ഇതുപോലെ തന്നെ ബാലൻസ് ക്ലോത്ത്സ് വെച്ചിട്ട് ചെയ്യാൻ പറ്റുന്ന വേറെയും സാധനങ്ങൾ ഞാൻ കാണിക്കാം. നമുക്കിതെങ്ങനെ ചെയ്യുന്നത് നോക്കാം. ഇതിന്റെ മെഷർമെന്റ് അല്ല, ഞാൻ സെന്റിമീറ്റർ ആയി കണക്കിലാണ് പറയുന്നത് കേട്ടോ. സെന്റിമീറ്റർ എന്ന് പറയുമ്പോൾ ഈ സൈഡിലുള്ള നമ്മുടെ ടേപ്പിലെ ഈ സൈഡിലുള്ള ഇതാണ് സെന്റിമീറ്റർ. ഓക്കെ, അപ്പോൾ സെന്റിമീറ്റർ കണക്കിലാണ് ഞാൻ പറയുന്നത്. ഇപ്പൊ ഫസ്റ്റത്തെ ഇപ്പൊ ഇത് 2 പീസ് ഉണ്ട്. ഇത് രണ്ടും സെയിം ആണ്, സെയിം മെഷർമെന്റ് ആണ്. ഇതെന്ന് പറയുന്നത് 28 സെന്റിമീറ്റർ ആണ്. ഇതിന്റെ നീളം എന്ന് പറയുന്നത് 28 സെന്റിമീറ്ററും വീതി എന്ന് പറയുന്നത് 11 സെന്റിമീറ്റർ ആണ്. ഇത് 28ഉം ഇത് 11ഉം. അങ്ങനെ 2 പീസ് വെട്ടിയെടുക്കുക. അടുത്തത് 23 സെന്റിമീറ്റർ ലെങ്തും 7 സെന്റിമീറ്റർ വിത്തുമാണ് എടുക്കുന്നത്. അതിന്റെ ഒരെണ്ണം 23 സെന്റിമീറ്റർ ലെങ്തും 7 സെന്റിമീറ്റർ വിത്തിലെ അടുത്തൊരു തുണി കട്ട് ചെയ്തെടുക്കാം. അപ്പൊ ഇതാണ് സെന്റിമീറ്റർ കേട്ടോ, ഈ സൈഡിലുള്ള. അടുത്ത എലാസ്റ്റിക് ആണ്, ഇത്രയും വീതിയുള്ള എലാസ്റ്റിക് ആണ്. അതിനൊരു ഇത്രയൊക്കെ നമ്മൾ സാധാരണ 1 ഇഞ്ച്. അപ്പോൾ സാധാരണ ഒരു വീതിയുള്ള ഒരു എലാസ്റ്റിക് എടുക്കുക. അത് 14 സെന്റിമീറ്റർ ആണ് ലെങ്ത് എടുക്കേണ്ട. അത് 14 സെന്റിമീറ്റർ ആണ്. അത് ഇതിനകത്ത് ഇങ്ങനെ പൊതിഞ്ഞ് സ്റ്റിച്ച് ചെയ്യാണ് ചെയ്യുന്നത്. അപ്പം അതിന് വേണ്ടിയിട്ടാണ്. ഓക്കെ, നമുക്കിതെങ്ങനെയാണ് ചെയ്യുന്നത് നോക്കാം. ഇതിനെ മടക്കി, ഈ രണ്ടും ഒരുപോലെ തന്നെയാണ് ചെയ്യുന്നത്. ഞാൻ ഒന്നാണ് കാണിക്കുന്നത്. ഇതിനെ മടക്കി സ്റ്റിച്ച് ചെയ്യേണ്ടത് നമുക്ക് വരയ്ക്കാം. ഇതുപോലെ വരയ്ക്കാം. എന്നിട്ട് അതിന് ഈ വരച്ചിരിക്കുന്നതിൽ കൂടെ വേണം നമ്മൾ സ്റ്റിച്ച് ചെയ്യാൻ. ഇനി താഴെ വരെ സ്റ്റിച്ച് ചെയ്യണം. വളവൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് വരച്ച് ശരിയാക്കാം കേട്ടോ. ഞാൻ ഭയങ്കര വരപ്പ് കാര്യമൊന്നുമല്ല, അപ്പം അതുകൊണ്ട് ഇങ്ങനെ വളഞ്ഞൊക്കെ പോവും. നമ്മൾ സ്റ്റിച്ച് ചെയ്യുന്ന സമയത്ത് ശരിയാക്കിയാൽ മതി. ഇതുപോലെ ഇവിടെയും അതുപോലെ തന്നെ വരയ്ക്കാം. ഇതിൽ കൂടി നമ്മൾ സ്റ്റിച്ച് ചെയ്യുന്നു. സെയിം തന്നെ ഇതും ചെയ്യാം. അതും കൂടി ഞാൻ എന്തായാലും വരച്ച് കാണിക്കാം. വരയ്ക്കുമ്പോൾ ഒന്ന് വളഞ്ഞു പോയെന്ന് വെച്ചിട്ട് കുഴപ്പമൊന്നുമില്ല കേട്ടോ. നമ്മൾ സ്റ്റിച്ച് ചെയ്യുന്ന സമയത്ത് കറക്റ്റായിട്ട് അങ്ങ് സ്റ്റിച്ച് ചെയ്ത് പോയാൽ മതി. ഇതുപോലെ ഒന്ന് വരച്ച് താഴെ വരുത്തിക്കുക. എന്നിട്ട് ഇത് തമ്മിലെല്ലാം ഒന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കാം. ഓക്കെ, ഇതും എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഇതിന് തമ്മിലൊന്ന് ജോയിൻ ചെയ്യാം. ഇതെല്ലാം തമ്മിലൊന്ന് ഈ ഒരു സൈഡിൽ
ഇങ്ങനെ ജോയിൻ ചെയ്ത് എടുക്കാം. ഇത്രയും ജോയിൻ ചെയ്തിട്ട് കാണിക്കാം. ഇത് കണ്ടോ, ഇതുപോലെ സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട്. 3 സ്റ്റിച്ച് ചെയ്തിട്ടുണ്ട്. നമുക്കിതിൻ്റെ അറ്റം ഒന്ന് വെട്ടാം. ഇതിൻ്റെ അറ്റത്തൊന്ന് ഇതിങ്ങനെ ചെയ്ത് കൊടുക്കുക. ആ തയ്ച്ചിരിക്കുന്നത് മുറിഞ്ഞു പോകാതെ നോക്കണം കേട്ടോ. അറ്റത്തൂടെ ഒന്ന് ചെയ്യാം. രണ്ടിൻ്റെയും അറ്റത്ത് ഇതുപോലെ ഒന്ന് ചെയ്യാം. ഇനി ഇതിനെ ഒന്ന് മറിച്ചെടുക്കാം. ഒന്ന് സ്റ്റിച്ച് ചെയ്തതിനെ ഇതുപോലെ സിസേഴ്സ് എന്തെങ്കിലും യൂസ് ചെയ്തിട്ട് ഇങ്ങനെ മെല്ലെ ഒന്ന് പുഷ് ചെയ്ത് കൊടുത്താൽ മതി. ഇതിനൊന്ന് വലിക്കുക. ഇത്രയോളം നമുക്കിതിനിങ്ങനെ തിരിച്ചെടുക്കാം. എന്നിട്ട് ഇവിടെ എല്ലാം ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കാം. അയൺ ചെയ്യണമെങ്കിൽ അയൺ ചെയ്തെടുക്കാം. അതിൻ്റെ ഒന്നും ആവശ്യമില്ല. ജസ്റ്റ് ഇതൊന്ന് കട്ട് ചെയ്ത് കൊടുത്താൽ മാത്രം മതി. ഓക്കെ, സ്റ്റിച്ച് ചെയ്തിരിക്കുന്ന സ്ഥലമൊക്കെ എന്നതുപോലെ ഒന്ന് ആക്കിയെടുക്കാം. ഇപ്പം 2 എണ്ണം ഉണ്ട്. ഇതും അതുപോലെ നമുക്ക് പിന്നി യൂസ് ചെയ്തിട്ട് അരച്ചെടുക്കാം. ഞങ്ങൾ വെറുതെ ഒന്ന് വലിച്ചെടുത്താൽ മതി. നമ്മുടെ പാവാടയിലൊക്കെ നൂല് കയറ്റത്തില്ലേ കെട്ടാൻ വേണ്ടിയിട്ട്, അതുപോലെ കുറച്ച് കുറച്ചായിട്ട് ഇങ്ങനെ വലിച്ചെടുത്ത് കഴിഞ്ഞാൽ അത് ഇപ്പുറത്തെ സൈഡിലേക്കൊന്ന് വരും. വലിയ പിന്നുണ്ടെന്നുണ്ടെങ്കിൽ അതാണ് കേട്ടോ കുറച്ചുകൂടെ ബെറ്റർ. എങ്കിൽ ഇപ്പോൾ വലിയ പിന്നില്ലാത്തത് കൊണ്ടാണ് ഞാൻ ചെറിയ പിന്നെടുത്തത്. വലിയ പിന്നുണ്ടെങ്കിൽ അതാണ് നല്ലത്. ഓക്കെ, അപ്പോൾ ഇതുപോലെ എടുക്കാം. കണ്ടോ? ഇനി ഇതിനകത്തേക്ക് ഈ ഒരു സാധനം കയറ്റണം. അപ്പം അതിനും ഇതുപോലെ തന്നെ പിന്നെ വലിയ പിന്നാണ് നല്ലത്. ഒന്നുകൂടി പറയാണ്, എൻ്റെ പക്ഷെ വലിയ പിന്നില്ല. ഇതിൻ്റെ അകത്തൂടെ ഒന്ന് കയറ്റി എടുക്കാം. വലിച്ച് എടുത്തിട്ടുണ്ട്. കണ്ടോ? ഇവിടെ അതുപോലെ
ഒന്നാക്കുക. ഇവിടെയും അറ്റത്ത് വരെ ഒന്ന് വലിച്ച് വെക്കുക. എന്നിട്ട് എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഇതിൻ്റെ അറ്റം പിടിച്ച് ഇവിടെ ഒരു സ്റ്റിച്ച്, ഇവിടെ അറ്റം വെച്ചിട്ട് ഇവിടെ ഒരു സ്റ്റിച്ച്. ഓക്കെ, അങ്ങനെ നമ്മൾ ഇത് മൂന്നും സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഇതിൻ്റെ അറ്റത്ത് ഇത് പിടിപ്പിച്ച് ഇതൊന്നിങ്ങനെ വെച്ച് എന്ന് സ്റ്റിച്ച് ചെയ്യാം. അപ്പം ഇതിങ്ങനെ വരുമ്പോൾ അവിടെ അങ്ങ് ഉടക്കിയിരിക്കും. അതിന് വേണ്ടിയിട്ടാണ് ഇങ്ങനെ പിടിക്കുക, ഇങ്ങനെയും പിടിക്കുക. എന്നിട്ടൊന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കാം. ഇത് സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട്. എന്നിട്ട് അതിനെ ഒന്ന് തിരിക്കുക. ഇത് ഇതുപോലെ വരും. കണ്ടോ? ഇത് ചെയ്തേക്കുന്ന പോലെ തന്നെ ഇതും ഇതുപോലെ തന്നെ ഇങ്ങനെ വന്ന് വെച്ച് ചെയ്യാം. ഇത് ചെയ്തിരിക്കുന്ന അതേ സൈഡിൽ തന്നെ അങ്ങനെ സ്റ്റിച്ച് ചെയ്ത് കഴിഞ്ഞു. ഇനി എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഇതിങ്ങനെ എടുക്കുക. ഇതൊന്ന് 2 വട്ടം കെട്ടുക. കെട്ടുമ്പോൾ അങ്ങനെ ശരിയാകണമെന്നില്ല. നമ്മളതൊന്ന് കെട്ടിക്കഴിഞ്ഞിട്ട് അതൊന്ന് വൃത്തിയാക്കി വെച്ചാൽ മതി. ഞാനും ചില സമയത്ത് കെട്ടുമ്പോഴൊന്നും അത് ശരിയാകാറൊന്നുമില്ല. പിന്നെ ഇതിങ്ങനെ വലിച്ചും ഒന്ന് റെഡിയാക്കിയൊക്കെ അങ്ങനെ ഒരു ചുളുക്കും കാര്യങ്ങളൊക്കെ ചുളുങ്ങിയിരിക്കുന്നതും എന്നെല്ലാം ഒന്ന് മാറ്റി എടുക്കാറാണ് പതിവ്. കണ്ടോ? ഇതുപോലെ ഒന്ന് അഡ്ജസ്റ്റ് ചെയ്ത് എടുക്കാം. കണ്ടോ? ഇതുപോലെ ഭയങ്കര ഈസി ആയിട്ട് നമുക്ക് നമ്മുടെ വീട്ടിലുള്ള ബാലൻസ് മെറ്റീരിയൽസും എന്തെങ്കിലുമൊക്കെ തുണിയൊക്കെ വെട്ടിയെടുത്ത് നമുക്കിത് ചെയ്യാവുന്നേ ഉള്ളൂ. പല പല കളേഴ്സിലൊക്കെ നമുക്ക് ചെയ്തെടുക്കാം. ഇതിപ്പോൾ ചെറിയ കുട്ടികളൊന്നുമല്ലല്ലോ, ടീനേജേഴ്സും എല്ലാവരും ഇതിപ്പോൾ യൂസ് ചെയ്യുന്നുണ്ട്. എല്ലാവർക്കും യൂസ് ചെയ്യാൻ പറ്റും. ഇതുപോലെയൊന്ന് എല്ലാവരും ചെയ്ത് നോക്കാം. ചെയ്ത് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക കേട്ടോ. ഇത് സെയിം തന്നെ വേറൊരു മെറ്റീരിയൽ യൂസ് ചെയ്തിട്ട് ഞാൻ ചെയ്തതാണ്. ഇതൊരു ഡ്രസ്സിൻ്റെ ലൈനിങ് മെറ്റീരിയൽ ആയിരുന്നു കേട്ടോ. അതിൻ്റെ ബാലൻസ് യൂസ് ചെയ്തിട്ട് ചെയ്തതാണ്. അതിന് കുറച്ചും കൂടി അളവിന് വ്യത്യാസമുണ്ട്. കുറച്ചും കൂടി നീളത്തിന് എടുത്തതാണിത്. അപ്പം ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യുക. ഓക്കെ, അപ്പം ഞാൻ അടുത്ത വീഡിയോയിൽ കാണുന്നവരെ ടേക്ക് കെയർ. ബൈ ബൈ.